നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചന്ദ്രികയുടെ ആൾക്കാർ നിങ്ങളാണോ? അതെ. 25,000 അഡ്വാൻസ് അടയ്ക്കണം. രാവിലെ അടച്ചോളാം. നോ പ്രോബ്ലം, ഐ ക്യാൻ മാനേജ്. 25,000 അല്ല, 50,000 അടച്ചേക്കാം. കാർഡ് എടുക്കില്ലേ? എടുക്കും സർ. ഞാൻ അഡ്വാൻസ് അടച്ചിട്ട് വരാം. നിങ്ങൾ ഇവിടെ നിൽക്കേ. വരൂ. ഇങ്ങനൊരു ഏട്ടൻ ഉണ്ടായിട്ടാണോ നീ ഓഫീസുകളിൽ ചായയും കാപ്പിയും കൊടുത്ത് കുടുംബം പോറ്റാൻ നടന്നത്? അത് പിന്നെ ആ വസുന്ധരാന്റെ കാരണ. പിന്നെ ചേച്ചി പറഞ്ഞോണ്ട് ആ ജോലി ഞാൻ വിട്ടല്ലോ. സാറേ, അവൻ ഐസിന്റെ മുന്നിലുണ്ട്. സാർ, ഇവനാണ് സാർ പ്രതി. അമ്മാവാ, ഇയാളെ എന്നെ തല്ലിയത്. നിധി ഇടപെട്ടതുകൊണ്ട് കേസ് കൊടുത്തു കാണുമോ? അല്ല, പോലീസ് എന്താ ഈ ആശുപത്രിയില്? ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ബാങ്കിൽ അടയ്ക്കാൻ കൊടുത്ത 2 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ്. അയ്യോ, ഇവന്റെ കയ്യിലാ സാർ ഞാൻ ക്യാഷ് കൊടുത്തു വിട്ടത്. പറയടാ, ആ കാശ് എവിടെ? എനിക്കൊന്നും അറിയില്ല സാറേ. ഈ സാർ എന്റെ കയ്യിൽ കാശൊന്നും തന്നിട്ടില്ല സാറേ. നുണ. ബാങ്കിൽ അടയ്ക്കാനുള്ള 2 ലക്ഷം രൂപ ഞാൻ ഇവന്റെ കയ്യിൽ കൊടുത്തു വിട്ടതാ. ദേ, അനാവശ്യം പറയരുത്. നിഖില് കള്ളം പറയുന്ന കുട്ടിയല്ല. നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇന്നത്തെ ചെറുപ്പക്കാരുടെ തോന്നിയാസങ്ങൾ വീട്ടുകാരറിയണമെന്നില്ല. അയ്യോ, പാവം ചെക്കനാ സാറേ. ക്യാഷ് അടയ്ക്കാൻ മറന്നുപോയതാവൂ. നാളെ രാവിലെ തന്നെ വന്ന് അടച്ചോളൂ. ഇവന്റെ മറവി ഞാൻ തീർത്തു കൊടുക്കാം. പറയടാ, 2 ലക്ഷം രൂപ എവിടെ? എനിക്ക് അറിയില്ല സാറേ. അറിയില്ലേ? പറയടാ, സത്യം പറയാൻ. എന്താ അതിക്രമമായി കാണിക്കുന്നത്? സാർ, ഇവളെ അറസ്റ്റ് ചെയ്യണം. ചേച്ചിയും അനിയനും കൂടി ചേർന്ന് തട്ടിപ്പ് നടത്തുന്നത്. അനാവശ്യം പറയരുത്. നിങ്ങളുടെ ഓഫീസിൽ നടന്ന സംഭവത്തിന് പ്രതികാരം ചെയ്യാനാണ് ഈ വരവെങ്കില് ജോലി തെറിപ്പിക്കും ഞാൻ. എന്റെ മുന്നിൽ നിന്ന് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? സോറി സർ, എന്നെ എന്റെ അനിയനെയും കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞപ്പോ പ്രതികരിച്ചു പോയതാണ്. എക്സ്ട്രീംലി സോറി. ഒരു പരാതി കിട്ടിയാൽ അത് അന്വേഷിക്കേണ്ടത് എന്റെ ജോലിയാണ്. ഇവനെ എനിക്ക് കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ. സർ, അത് കള്ളപ്പരാതിയാ. ഈ ഓഫീസറുടെ സ്ഥാപനത്തിൽ ഇവൻ ചായ കൊടുത്തിരുന്നു. അവിടെ വെച്ച് ഇയാൾ ഇവനെ തല്ലിയപ്പോ ഞാൻ ഇടപെട്ടു. അതിന്റെ പകയ്ക്കാണ് ഈ കള്ളപ്പരാതി തന്നിരിക്കുന്നത്. കൃത്യമായ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2 ലക്ഷം രൂപ ഇവൻ സ്കൂട്ടറിന്റെ സീറ്റിന്റെ അടിയിൽ ഒളിപ്പിക്കുന്നത് കണ്ടവരുണ്ട്. അത് കളവാ ചേച്ചി. 2 ലക്ഷം രൂപ പോയിട്ട് 200 രൂപ പോലെ എന്റെ ഇല്ലാന്ന് ചേച്ചിക്ക് അറിയില്ലേ? അങ്ങനെയാണെങ്കിൽ സ്കൂട്ടറിന്റെ സീറ്റ് തുറന്നവരെ കാണിച്ചാ പോരെ? അതോടെ നിഖിലിന്റെ നിരപരാധിത്വമൊക്കെ തെളിയില്ലേ? അത് ശരിയാണല്ലോ സാർ. ദയവ് ഇത് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണോന്ന് പരിശോധിക്കണം സാർ. അതെ, നിങ്ങൾ പരിശോധിക്ക്. നിഖില് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഞങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കില്ല. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനന്തരവൻ ഇല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യും. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും അത്രയേറെ വില കൽപ്പിക്കുന്ന കുടുംബ ഞങ്ങളുടേത്. സ്കൂട്ടർ പരിശോധിപ്പിക്കാൻ അമ്മായിക്ക് എന്താ ഇത്ര ആവേശം? നിന്റെ സ്കൂട്ടർ എവിടെടാ? പുറത്തിരിപ്പുണ്ട് സാർ. ഇങ്ങ് നടക്ക. ഗൗതം സാർ ഇതെവിടെ പോയി?
ഇതെങ്ങനെ വന്നു? എനിക്കറിയില്ല സാർ. നിനക്കറിയില്ലല്ലേ? പറടാ, ബാക്കി ക്യാഷ് എവിടെ? സത്യമായിട്ട് എനിക്കറിയില്ല സാർ. ഇതെന്റെ കാശല്ല. അത് ശരിയാ, ഇതെന്റെ ക്യാഷാ. ഞാനായി നിന്നെ ഏൽപ്പിച്ചത്. ബാക്കി 1 ലക്ഷം കൂടി എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്ക്. ഇത് ചതിയാ. ഞാൻ അറിയാതെ സ്കൂട്ടറിൽ ആരോ പണം വെച്ചതാ. നീ അറിയാതെ സ്കൂട്ടറിൽ ആര് പണം വെക്കാനാ? ബാക്കിയുടെ എവിടെന്ന് പറഞ്ഞു കൊടുത്തേക്ക്, അല്ലെങ്കിലേ പോലീസ് ഇടിച്ച് നിന്റെ കൂമ്പ് വാട്ടും. നിഖിലിനെ കുറ്റക്കാരനാക്കാൻ അമ്മായിക്ക് എന്താ ഇത്ര ഉത്സാഹം? ആരും ഇവനെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കിയതല്ല. ഇവന്റെ സ്കൂട്ടറിൽ നിന്ന് പണം കണ്ടെടുത്തത് മേഡം കണ്ടതല്ലേ? ആ വാഹനം സാർ വന്നതല്ലേ? അതെ. അതിൽ ഞാനിപ്പോ കുറെ പണം കൊണ്ടുവച്ചാൽ സാർ പ്രതിയാവോ? ഈ സ്കൂട്ടർ എന്റേതാ. കള്ള താക്കോൽ ഉപയോഗിച്ച് ഇതിന്റെ സീറ്റ് തുറക്കാം. നിഖിലിനെ പ്രതിയാക്കാൻ ഒരാൾക്ക് ഈസി ആയിട്ട് പറ്റും. കേസ് അന്വേഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് മേഡം എന്നെ പഠിപ്പിക്കണ്ട. ഇവനെ വിശദമായിട്ട് ഞാനൊന്ന് ചോദ്യം ചെയ്താ ഇവൻ തത്ത പറയുന്ന പോലെ എല്ലാം പറയും. കേറാ വണ്ടി. അയ്യോ സാറേ, അരുത്, അവനെ കൊണ്ടുപോയരുത്. അവന്റെ അമ്മ ഇവിടെ സുഖമില്ലാതെ കിടക്കുക. ഇതൊക്കെ അറിഞ്ഞ അവള് ചങ്ക് പൊട്ടി മരിക്കും. ഇവനെ പോലുള്ളവരെ പെറ്റതിന് അവർക്ക് അത് തന്നെ വേണം. പോരാത്തതിന് അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ഇവളുടെ തള്ളയല്ലേ. സാർ, നടക്കണം അവിടെ. Hey! What the hell is going on here? സാർ, സാറെന്താ ഇവിടെ? ഞാൻ വന്നത് എന്തിനും ആയിക്കോട്ടെ, ആദ്യം ചോദിച്ചതിന് സമാനം പറ. ഇവിടെ എന്താ നടക്കുന്നത്? ഈ പയ്യൻ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ബാങ്കിൽ അടയ്ക്കാൻ കൊടുത്ത 2 ലക്ഷം രൂപ മോഷ്ടിച്ചു. കള്ള കേട്ടാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഗൗതം സാറിനെ ഏട്ടനെന്ന് വിളിക്കുന്നോടാ റാസ്കൽ. ഏയ്, അവന്റെ ചേച്ചിയുടെ ഭർത്താവിനെ പിന്നെ അവൻ എന്താ വിളിക്കേണ്ടത്? ഇവൻ എന്റെ അനിയനാ. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചെന്ന് നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? ആ നിധിയുടെ ഭർത്താവാണിത്, ഗൗതം. നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് പരിഹാരം കാണാം. നിങ്ങൾക്ക് എത്ര രൂപയാ നഷ്ടപ്പെട്ടത്? 1 രൂപയും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഓഫീസർ ചതിയനാ. ഞാനുമായി ഉണ്ടായ ഒരു വിഷയത്തിന്റെ പേരിലാ ഇയാള് നിഖിലിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ആണോ? നമുക്ക് കോംപ്രമൈസിലെത്താം സാർ. ഗൗതം സാറിന് വേണ്ടപ്പെട്ടവരെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കേസ് പിൻവലിക്കാം സാർ. അങ്ങനെ എനിക്ക് വേണ്ടി ഔദാര്യം ഒന്നും ചെയ്യണ്ട. നഷ്ടപ്പെട്ട പണം നമുക്ക് കണ്ടെത്താം. അതിന് ഞാൻ സഹായിക്കുകയും ചെയ്യാം. പറ, എത്ര രൂപ പോയി? 1 ലക്ഷം കിട്ടി. ഇനി 1 ലക്ഷം കൂടി കണ്ടെടുക്കാനുണ്ട്. എനിക്ക് പരാതിയില്ല സാർ. ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ വന്ന് പരാതി പിൻവലിക്കാം സാർ. വേണ്ട സാറേ, 2 ലക്ഷവും തികച്ചു കിട്ടിയിട്ട് ഇനി സാർ ഇവിടുന്ന് പോയാ മതി. ഇൻസ്പെക്ടർ, ഈ പരാതിക്കാരനെ വിശദമായിട്ട് ചോദ്യം ചെയ്യണം. എന്റെ ബ്രദറിൻലോയ്ക്കെതിരെ വ്യാജരേഖ ചമച്ചതിനും അപകീർത്തിപ്പെടുത്തിയതിനും ഞാൻ പരാതി തരാം. അയ്യോ സാറേ, ചതിക്കരുത്. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതാ. ആര്? ഈ സ്ത്രീ രേണുക. ഓ, സ്കൂട്ടർ പരിശോധിപ്പിക്കാനുള്ള അമ്മായിയുടെ ആവേശം കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇയാൾ ചുമ്മാ കള്ളം പറയുവാ. അല്ല, നിധി മേഡത്തിനോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ എന്നെ വന്ന് കണ്ടിരുന്നു.